നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അടിക്കാട് വെട്ടൽ സമരം നടത്തി. ഇരിഞ്ഞാലക്കുട എടക്കുളത്ത് പേരക്കുട്ടി മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ 79 വയസ്സുള്ള കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1-ാം ക്ലാസ്സിലെത്തുമെന്ന് നിഗമനം. അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ അന്തിയുറങ്ങണമെന്ന 5-ാം ക്ലാസ്സുകാരൻ ഷിജിന്റെ ആഗ്രഹം സഫലമാക്കി നൽകിയതിന്റെ നിർവൃതിയിൽ മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ അധികൃതർ. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെണ്ണൽ നടക്കുന്ന ചൊവ്വാഴ്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ജില്ലാ കളക്ടർ. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അടിക്കാട് വെട്ടൽ സമരം നടത്തി. പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അടിക്കാട് വെട്ടൽ സമരം നടത്തി. നിരന്തരം വന്യജീവി ആക്രമണങ്ങൾ നടന്നിട്ടും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനം വകുപ്പ് കാട് വെട്ടിത്തെളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാടുവെട്ടൽ സമരം നടത്തിയത്. മുൻപ് കാട്ടാന ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഹാരിസൺ, കൊച്ചിൻ, മലബാർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാമെന്ന് തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളും വനപാലകരും MLAയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയത് പാലിച്ചില്ലെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. അതിനുശേഷം 6ഓളം തൊഴിലാളികളെയും പ്രദേശവാസികളായിട്ടുള്ള ആദിവാസികളെയും ആന കുത്തി കൊലപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ജില്ലാ കളക്ടർ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും അതിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട MLAയും കൂടി അതിൻ്റെ അധ്യക്ഷനായിരുന്നു. ആ സമയത്ത് കാട് മുടിഞ്ഞു കിടക്കുന്ന കാരണമാണ് ആന, പുലി സാധനങ്ങൾ ഈ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് അന്നത്തെ യോഗത്തിൽ ഉയരുകയുണ്ടായി. അതിനെ തുടർന്ന് കൊച്ചിൻ, മലബാർ, ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എന്നീ മാനേജ്മെൻറ്റിനോട് ജില്ലാ കളക്ടർ വിശദീകരണം ആവശ്യപ്പെടുകയും ആ യോഗത്തിൽ തന്നെ അവർ പറയുകയുണ്ടായി, കാട് വെട്ടാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്, അടുത്ത ദിവസങ്ങളിൽ കാട് വെട്ടി അവസാനിപ്പിക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് ഏതാണ്ട് 20 മീറ്റർ അകലെയാണ് കന്നാറ്റുപാടം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ നിലകൊള്ളുന്നത്. അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് അവരുടെ രക്ഷിതാക്കൾ ഇങ്ങോട്ട് വിടുന്നത്. ഇവിടുന്ന് നടന്നു പോകുന്ന പിള്ളേരും സൈക്കിളിൽ പോകുന്ന കുട്ടികളും ഒരുപാട് മക്കളായിട്ട് ഇവിടെ വരുന്നവരുണ്ട്. കൊച്ചുമക്കളൊക്കെ വരുന്ന ഒരുപാട് പിള്ളേരുകൾ പഠിക്കുന്ന ഒരു കന്നാറ്റുപാടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പുലി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പലരുമായി ബന്ധപ്പെട്ടിട്ടും ഹൈദർ പറഞ്ഞതുപോലെ പലരുമായി ബന്ധപ്പെട്ടിട്ടും അത് ഒന്നും ശാശ്വതമായൊരു പരിഹാരം എത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഒരു കൗൺസിൽ രൂപീകരിച്ചിട്ട്, ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഈ കാട് പ്രദേശങ്ങൾ വെട്ടി തീർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. യഥാസമയങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ തോട്ടങ്ങളും നാടും കാടുപോലെയെന്ന് കരുതിയാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. സ്കൂളിന് സമീപം പുലി ഇറങ്ങിയിട്ടും വനം വകുപ്പ് നിസ്സംഗത പാലിക്കുകയാണെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. ചെയർമാൻ VP ഉസ്മാൻ, കൺവീനർ KM ഹൈദർ, സുധീഷ് പാലപ്പിള്ളി, സിദ്ദിഖ് ആലുങ്ങൽ, കരീം കബീർ, കന്നാറ്റുപാടം സ്കൂൾ PTA പ്രസിഡന്റ്, മറ്റു അംഗങ്ങൾ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട എടക്കുളത്ത് പേരക്കുട്ടി മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ 79 വയസ്സുള്ള കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇരിങ്ങാലക്കുട എടക്കുളത്ത് പേരക്കുട്ടി മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ 79 വയസ്സുള്ള കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്.
തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ കേശവനെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. പരിക്കേറ്റ വൃദ്ധനെ ശ്രീകുമാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുടയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് പ്രതിയായ ശ്രീകുമാറിനെ തടഞ്ഞുവെച്ചു സ്ഥലത്തെത്തിയ കാട്ടൂർ പോലീസിന് കൈമാറി. വധശ്രമക്കേസിൽ ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയായ ശ്രീകുമാർ ലഹരിക്ക് അടിമയാണെന്നും പോലീസ് അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1-ാം ക്ലാസ്സിലെത്തുമെന്ന് നിഗമനം. വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലാണ് പുതിയ പുസ്തകങ്ങൾ. ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ ഇടവേളയ്ക്കു ശേഷം 1-ാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തി. അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ അന്തിയുറങ്ങണമെന്ന 5-ാം ക്ലാസ്സുകാരൻ ഷിജിന്റെ ആഗ്രഹം സഫലമാക്കി നൽകിയതിന്റെ നിർവൃതിയിലാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ പ്രധാനാധ്യാപിക PS സീമയും ഒപ്പം നിന്ന സുമനസ്സുകളും. അടച്ചുറപ്പില്ലാത്തതും ചോർന്നൊലിക്കുന്നതുമായ കൊച്ചുകൂരയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഷിജിന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ കണ്ടറിഞ്ഞ് സീമ ടീച്ചറുടെ മനസ്സിലെ നന്മയാണ് ഈ നിർധന കുടുംബത്തിന് തണലൊരുക്കിയത്. കഴിഞ്ഞ മാർച്ചിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കുന്നതിനിടയിലാണ് ഷിജിന്റെ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ സീമ ടീച്ചർ മനസ്സിലാക്കിയത്. ഹൃദ്രോഗിയായ ഷാജി ഉഷ ദമ്പതികളുടെ ഒരേയൊരു മകനാണ് ഷിജിൻ. ഷാജിയുടെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലൂടെയാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടിന് ശുചിമുറി ഇല്ലാത്തതാണ് ഇവരെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കുടുംബത്തിന്റെ ദയനീയമായ സാഹചര്യം കണ്ടപ്പോൾ ഇവർക്ക് ചെറുതെങ്കിലും അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട് പണിതു നൽകണമെന്ന് പ്രധാനാധ്യാപിക സീമ ടീച്ചർ മനസ്സിലുറപ്പിച്ചു. ഒരുപാട് സുമനസ്സുകളെ സഹായിച്ചു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 112 സ്പോൺസർമാരുണ്ട് ഈ പദ്ധതിക്ക്. നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു 3,01,000 സംതിങ് ചെലവ് വരുന്ന രീതിയിൽ ബോർഡും ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അടിഭാഗമൊക്കെ ടൈലിട്ടിട്ടുണ്ട്, പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇഴജന്തുക്കളെ പേടിക്കാതെ ഞങ്ങളുടെ ഒരു മകന് വിദ്യാലയത്തിലേക്ക് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിലേക്ക് സന്തോഷത്തോടു കൂടി കയറി വരണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കഷ്ടത അനുഭവിക്കുന്നവരോട് സഹതാപം കാണിച്ച് മാറി നിൽക്കുന്നതല്ല, സഹാനുഭൂതി പ്രകടിപ്പിച്ച് ചേർത്ത് പിടിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഈ അധ്യാപിക തൻ്റെ 1 മാസത്തെ ശമ്പളം വിദ്യാർത്ഥിക്ക് വീടൊരുക്കാനായി നീക്കിവെക്കാൻ തീരുമാനിച്ചു. വിദ്യാലയത്തിലെ സ്റ്റാഫായ സനലിനോട് ഈ ആശയം പങ്കുവച്ചപ്പോൾ തൻ്റെ 1 മാസത്തെ ശമ്പളം നൽകാൻ സനലും തയ്യാറായി. അങ്ങനെയാണ് സഹപാഠിക്ക് ഒരു സ്നേഹവീട് എന്ന പേരിൽ മനക്കുളങ്ങര സ്കൂൾ ടീം വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് 100-ലേറെ പേർ സഹായവുമായി മുന്നോട്ട് വന്നു. അടുത്ത അധ്യയന വർഷം തുടങ്ങും മുൻപേ വീടിന്റെ പണി പൂർത്തിയാക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രയത്നം ഒടുവിൽ ഫലം കണ്ടു. കഴിഞ്ഞ മാർച്ച് 27 ആരംഭിച്ച പദ്ധതി വെറും 48 ദിവസം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. 3 ലക്ഷം രൂപ ചിലവിലാണ് പോർട്ടബിൾ രീതിയിലുള്ള വീട് പണി തീർത്തത്. സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നീട് ഈ കുടുംബത്തിന് വീട് അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിർമ്മിച്ച വീട് അഴിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്ത് ഏതെങ്കിലും നിർധന കുടുംബത്തിന് സജ്ജമാക്കി കൊടുക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മിതിയെന്ന് സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ കോർഡിനേറ്റർ K. സനൽ പറഞ്ഞു. 8 ദിവസം കൊണ്ട്, അതായത് നമ്മൾ വെള്ളപ്പൊക്കം അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ചെയ്യുന്ന മോഡലുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഷിജിന് ഇപ്പോൾ വീടില്ല, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ലൈഫ് പദ്ധതിയോ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടന വഴി അവർക്ക് വീട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീട് ഇതേപോലെ തന്നെ പൊളിച്ച് വേറൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ സ്കൂളിലത്തെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഇതുപോലെ അവശതകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, സമൂഹത്തിലുണ്ടായിരിക്കാം, അവർക്കും കൂടി കൊടുക്കാവുന്ന സഞ്ചരിക്കുന്ന ഒരു വീടാണിത്. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ പുതിയ വീട്ടിൽ നിന്നാകും ഷിജിൻ മനക്കുളങ്ങര സ്കൂളിലേക്ക് എത്തുക. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെണ്ണൽ നടക്കുന്ന ചൊവ്വാഴ്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായി തൃശൂർ ലോക്സഭാ മണ്ഡലം ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെണ്ണൽ നടക്കുന്ന ചൊവ്വാഴ്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായി തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും സംയുക്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി.
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട 3 നിരീക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങുക. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് വരണാധികാരിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 30 ടേബിളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ടേബിളുകളിലും സഹവരണാധികാരികളുടെ നിയന്ത്രണമുണ്ടാകും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ 7 നിയോജക മണ്ഡലങ്ങളുടെ EVM, VVPAT എണ്ണുന്നതിന് പ്രത്യേക ഹാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒല്ലൂർ, തൃശൂർ, പുതുക്കാട് മണ്ഡലങ്ങളുടേത് യഥാക്രമം ഇലക്ട്രിക്കൽ, PG, മെക്കാനിക്കൽ ബ്ലോക്കുകളിലും, ഗുരുവായൂർ, നാട്ടിക മണ്ഡലങ്ങളുടേത് ആർക്കിടെക്ചർ ബ്ലോക്കിലും, മണലൂർ, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളുടേത് മില്ലേനിയം ഓഡിറ്റോറിയങ്ങളിലുമാണ്. ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളുടേത് മില്ലേനിയം ഓഡിറ്റോറിയത്തിലുമായാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ ഹാളുകളിലും വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോഗ്രാഫി ചെയ്യുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി. വോട്ടെണ്ണൽ കേന്ദ്രത്തിനുള്ള കനത്ത സുരക്ഷാ ബന്ദോബസ്ത് കേന്ദ്രസേനയുടെ നിയന്ത്രണത്തോടൊപ്പം വോട്ടെണ്ണൽ കേന്ദ്രത്തിലുള്ള കനത്ത സുരക്ഷ ബന്ദോബസ്ത് കേന്ദ്രസേനയുടെ നിയന്ത്രണത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 3 തട്ടുകളിലായി വിന്യസിക്കും. എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിന് പുറത്തും സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്യാമറകൾ സ്ഥാപിച്ച് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് അന്നേ ദിവസം വാഹനങ്ങളെ പ്രവേശിപ്പിക്കില്ലെന്ന് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. 1.25 വയസ്സുള്ള കുഞ്ഞ് തോട്ടിൽ വീണു മരിച്ചു. തൃപ്രയാർ ബീച്ച് സീതി വളവിന് തെക്കുവശം സുൽത്താൻ പള്ളിക്കടുത്തുള്ള ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ മുഹമ്മദ് റിയാനാണ് മരിച്ചത്. 1.25 വയസ്സുള്ള കുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ ബീച്ച് സീതി വളവിന് തെക്കുവശം സുൽത്താൻ പള്ളിക്കടുത്തുള്ള ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. വീടിന് മുന്നിലുള്ള വെള്ളക്കെട്ടുള്ള തോട്ടിലാണ് കുട്ടി വീണത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിനടുത്തുള്ള തോട്ടിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊട്ടിപ്പാൾ ഗ്രാമീണ വായനശാലയിൽ ദിശ 2024 എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK ബാലൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ, വായനശാല സെക്രട്ടറി CK ബിനേഷ് എന്നിവർ പ്രസംഗിച്ചു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വെങ്കിടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ബംഗാൾ സ്വദേശി മരിച്ചു. ബംഗാൾ സ്വദേശി 32 വയസ്സുള്ള ഹമറുള്ള ഹാരിസ് ആണ് മരിച്ചത്. വെങ്കിടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതിയിൽ നിന്നും ഷോക്കേറ്റ് ബംഗാൾ സ്വദേശി മരിച്ചു. ബംഗാൾ സ്വദേശി 32 വയസ്സുള്ള ഹമറുള്ള ഹാരിസ് ആണ് മരിച്ചത്. ഞായർ രാവിലെ 10:15ഓടെയായിരുന്നു സംഭവം. വെങ്കിടങ്ങ് കണ്ണോത്ത് സ്വദേശിയുടെ പറമ്പിലെ മാവിൽ കയറി മാങ്ങ പറിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത വൈദ്യുതി ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ മരണം സംഭവിച്ചു. ദേശീയ തലത്തിൽ മികച്ച റാങ്കിംഗ് ഉള്ള NMIMS കൽപ്പിത സർവകലാശാലയുടെ പ്രോവോസ്റ്റും ഡീനുമായി അമേരിക്കൻ സർവകലാശാല പ്രൊഫസറും മറ്റത്തൂർ സ്വദേശിയുമായ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി നിയമിതനായി. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായം പിന്തുടരുന്ന സ്ഥാപനങ്ങളിൽ വൈസ് ചാൻസലർക്ക് പകരമായി ഉപയോഗിക്കുന്നതാണ് പ്രോവോസ്റ്റ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇന്റർനാഷണൽ ജേണൽ ഓഫ് കൺസ്യൂമർ സ്റ്റഡീസിന്റെ ചീഫ് എഡിറ്ററായ ജസ്റ്റിൻ പോൾ ബ്രൈറ്റൺ യൂണിവേഴ്സിറ്റി, മുംബൈ IIT എന്നിവിടങ്ങളിൽ നിന്ന് PhD നേടിയിട്ടുണ്ട്. അവിട്ടപ്പള്ളിയിലെ റിട്ടയർഡ് അധ്യാപകരായ PV പൗലോസ്, അന്നം ദമ്പതികളുടെ മകനാണ്. തൃശൂരിൽ KSRTC ബസ്സിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്നു പേരിട്ടു. തൃശൂരിൽ KSRTC ബസ്സിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടു. അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവമെടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് പെൺകുട്ടിക്ക് മാതാപിതാക്കൾ അമല എന്ന പേര് നൽകിയത്. അമല ആശുപത്രിയിലെ ഇരുവരുടെയും ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു. അമല ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞുമായി ദമ്പതികൾ ശനിയാഴ്ച നാട്ടിലേക്ക് മടങ്ങി. അമല ആശുപത്രിയിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾക്ക് ഇടുന്നതെന്ന് മാതാവ് പറഞ്ഞു. അമല ആശുപത്രിയിൽ നടന്ന ലളിതമായ യാത്രയയപ്പ് ചടങ്ങിൽ ആശുപത്രിയുടെ സ്നേഹോപഹാരം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ കൈമാറി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ്, ഹിന്ദി, ഇക്കണോമിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക തസ്തികകളിൽ താൽക്കാലിക ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പുമായി
തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ LP അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. PSC നിർദ്ദേശിച്ചിട്ടുള്ള പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ചൊവ്വാഴ്ച രാവിലെ 10-ന് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9567275697. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ LP വിഭാഗത്തിൽ ജൂനിയർ അറബിക് അധ്യാപക ഒഴിവുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 11-ന് സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. മൊബൈൽ 9645035708, ലാൻഡ് ലൈൻ 0480299030. കുട്ടനല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ഫിസിയോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാത്ത മാർക്ക്, നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 7-ന് രാവിലെ 10:30-ന് കോളേജിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. ഡെപ്യൂട്ടി ഡയറക്ടറുടെ മേഖലാ കാര്യാലയത്തിൽ ഗസ്റ്റ് ലെക്ചർ പോളിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487235322. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. കൊടകര മരത്തോമ്പള്ളി പൊന്നാത്ത് സരോജിനിയമ്മ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രവീന്ദ്രനാഥൻ നായരാണ് ഭർത്താവ്. ദിലീപ് കുമാർ, വസന്ത, രാധാകൃഷ്ണൻ എന്നിവർ മക്കളും, സുധ, അച്യുതാനന്ദൻ, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുത്തറത്തിക്കര പള്ളിപ്പുറത്ത് കണ്ടേടത്ത് രവീന്ദ്രനാഥ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30-ന് തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ബേബിയാണ് ഭാര്യ. മക്കൾ രാകേഷ്, കാർത്തിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അടിക്കാട് വെട്ടൽ സമരം നടത്തി. ഇരിഞ്ഞാലക്കുട എടക്കുളത്ത് പേരക്കുട്ടി മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ 79 വയസ്സുള്ള കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1-ാം ക്ലാസ്സിലെത്തുമെന്ന് നിഗമനം. അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ അന്തിയുറങ്ങണമെന്ന 5-ാം ക്ലാസ്സുകാരൻ ഷിജിന്റെ ആഗ്രഹം സഫലമാക്കി നൽകിയതിന്റെ നിർവൃതിയിൽ മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ അധികൃതർ. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെണ്ണൽ നടക്കുന്ന ചൊവ്വാഴ്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ജില്ലാ കളക്ടർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.